വെൽക്കം ബാക്ക്. DSPയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ IAR ഫിൽറ്റർ ഡിസൈൻ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ടെക്നിക്കായിരുന്നു കണ്ടിരുന്നത്. കഴിഞ്ഞ ലെക്ചറിലെ പ്രോബ്ലം കണ്ടു. സെക്കൻഡ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആൻ അനലോഗ് ഫിൽറ്റർ ഹാസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ഒരു H(s)ൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഡിസൈൻ എ ഡിജിറ്റൽ ഫിൽറ്റർ ഈക്വലൻറ്റ് ടു ദിസ് യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ടെക്നിക്. ടിയുടെ വാല്യൂ 0.2 സെക്കൻഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് <1 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഗിവൺ ഡാറ്റ തന്നെ എടുക്കുകയാണ്. സോ നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്നതിനെ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റണം. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7ഉം കിട്ടുന്ന രണ്ട് ടേം എന്തൊക്കെയാണ്? 5ഉം 2ഉം ആണ്. സോ നമുക്കിതിനെ എങ്ങനെ മാറ്റി എഴുതാം? s+5 × s+2 എന്നുള്ള ഫോമിലേക്ക് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ കാണാം അല്ലേ? ഈ ഫോമിൽ കിട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കിട്ടുള്ളൂ. സോ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ മുമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ള സ്റ്റെപ്സുകളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാത്തത്. സോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കാണാം അല്ലേ? അറ്റ് s is equal to -5 എടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. സോ a is equal to നമുക്ക് എന്ത് വരും? -3.33 വരും. അതേപോലെ തന്നെ അറ്റ് s is equal to -2 ഈ ടേം 0 ആയി പോകും. സോ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് വരും? 3.33 കിട്ടും. സോ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കിട്ടി. ഇപ്പോഴും കംപ്ലീറ്റ്ലി സ്റ്റാൻഡേർഡ് ഫോം ആയിട്ടില്ല. കാരണം എന്താണ്? നമുക്ക് വേണ്ടത് S- എന്നുള്ള ഫോമിലാണ്. സോ ഇതിനെ ഒന്നുകൂടെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. -3.33 ഡിവൈഡഡ് ബൈ s- ഓഫ് -5 എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മൈനസ് ആണ്. സോ അതേപോലെ സെക്കൻഡ് ടേമും s- ഓഫ് -2 എന്ന് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ടേമും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് നമ്മളുടെ ഈ ഒരു h(s)ൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണ് കിട്ടിയിട്ടുള്ളത്. സംതിങ് ഡിവൈഡഡ് ബൈ s- ഓഫ് PK എന്നുള്ള ഫോമാണ്. ഇവിടെ PK എന്ന് പറയുന്നത് -5 ആണ്. CK എന്ന് പറയുന്നത് -3.33 ആണ് ഫോർ ഫസ്റ്റ് ടേം. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ്? T is equal to 0.2 സെക്കൻഡ്സ് ആണ്. സോ ഇവിടെ നമ്മൾ ഈ ഒരു T എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യണം. സോ ഇവിടെ എന്ത് കിട്ടും? ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ -3.33 ഡിവൈഡഡ് ബൈ 1 - e raised to -5 × 0.2 × z⁻⁻1 ആണ് കിട്ടുക. അതേപോലെ തന്നെ സെക്കൻഡ് ടേമിനും നമുക്ക് എന്ത് വരും? സെയിം വരും. നമ്മളിതിന് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ T1 ആയതുകൊണ്ട് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ടിയുടെ വാല്യൂ 0.2 സെക്കൻഡ്സ് ആയതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. സോ അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ചേഞ്ചും കൂടെ വരുന്നുണ്ട്. ഇവിടെ ടിയുടെ വാല്യൂ സോ ഇവിടെ മാത്രം T കൺസിഡർ ചെയ്താൽ പോരാ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് T ഈസ് <1 നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ്റെ കൂടെ ആ T ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മറക്കാൻ പാടില്ല. സോ ഈ രണ്ട് ടേമും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക, ഇൻറ്റു ദാറ്റ് T 0.2. സോ നമുക്ക് ഒന്നുകിൽ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടെ സോൾവ് ചെയ്തിട്ട് ഫൈനലി ഈ ഒരു എക്സ്പ്രഷനായിട്ട് നമുക്ക് കൊണ്ടുവരാം. സോ ദിസ് ഈസ് ദ ആൻസർ. സോ നമുക്ക് h(s)ലുള്ള ടേമിനെ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റിൽ z ട്രാൻസ്ഫോമിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ ഒരു കണ്ടിന്യൂസ് ടൈം എക്സ്പ്രഷനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിസ്ക്രീറ്റ് ടൈം എക്സ്പ്രഷൻ ആക്കിയിട്ട് മാറ്റി. സോ ദാറ്റ് ഈസ് എ ഡിസൈൻ ഓഫ് IAR ഫിൽറ്റർ യൂസിങ് ഇമ്പൾസ് ഇൻവേരിയൻറ്റ് ടെക്നിക്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.